നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നിന്നും 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാർ അംഗീകരിച്ച ഇന്ത്യ. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ. നാവികസേനയ്ക്കായി 6 ദീർഘദൂര നിരീക്ഷണ വിമാനം കൂടി വാങ്ങും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ ഗുരുതര ക്രമക്കേട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്ത്. അയ്യപ്പ സംഗമം നടന്നത് കോടതി ഉത്തരവ് ലംഘിച്ചെന്നും സാമ്പത്തിക സുതാര്യതയില്ലെന്നും വിമർശനം. പ്രതികരിക്കാതെ ദേവസ്വം മന്ത്രി VN വാസവൻ. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തെ ജീവനക്കാരുടെ പണമിടപാടുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. UAE-യിൽ റമദാൻ മാസത്തെ ജോലി സമയം പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പ്രവർത്തന സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പ്രവർത്തന സമയങ്ങളിൽ 2 മണിക്കൂർ ഇളവ്. ഭിക്ഷാടനത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കി ദുബായ് പോലീസ്. സൗദി ഇതര GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളെയോ പ്രമുഖ വ്യക്തിത്വങ്ങളെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റം. കുറ്റക്കാർക്ക് കഠിനമായ തടവ് ശിക്ഷയും വൻ തുക പിഴയും. പ്രവാസികളെ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തും. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ നോട്ടീസ് നൽകി BJP MP നിഷികാന്ത് ദുബെ. ഭീഷണി വിലപ്പോകില്ലെന്ന് പ്രിയങ്ക. കരസേന മുൻ മേധാവിയുടെ പുസ്തകം ചോർന്നതിൽ പെൻഗ്വിൻ ബുക്സ് അധികൃതരെ ചോദ്യം ചെയ്തു. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. പൊതുഗതാഗതം സ്തംഭിച്ചു. പണിമുടക്ക് ബാധിക്കാതെ മറ്റു സംസ്ഥാനങ്ങൾ. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ MPമാർ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിലുണ്ടായത് ഗുരുതര ക്രമക്കേടെന്ന് കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പുറത്ത്. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പരിപാടി നടന്നതെന്നും സാമ്പത്തിക സുതാര്യത ഇല്ല എന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് പന്തൽ നിർമ്മാണം അടക്കം നൽകിയത് ടെൻഡർ ഇല്ലാതെയെന്നും റിപ്പോർട്ടിലുണ്ട്. 2025 സെപ്റ്റംബർ 20 പമ്പ ത്രിവേണിയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കിൽ വലിയ അപാകതകളുള്ളതായാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. മത്സര ടെൻഡറുകൾ പോലും വിളിക്കാതെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ അനുബന്ധ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിന് നിർമ്മാണ കരാറുകൾ നൽകി. ഒപ്പം 10% അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റേഷൻ ചാർജും അനുവദിച്ചു. ഇത് ഏകപക്ഷീയവും അമിതവുമെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കണക്കുകളിൽ GST ബില്ലുകൾ അടക്കമില്ലാത്തത് ദേവസ്വം ബോർഡിന് വലിയ നഷ്ടമുണ്ടാക്കുമെന്നും ഉപകരാർ നൽകിയതിൽ കൃത്യമായ കണക്കില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഉപകരാറുകളൊന്നും ഓഡിറ്റിങ്ങിന് ഹാജരാക്കിയിട്ടില്ല. ബില്ലുകളൊന്നും ശരിയല്ലെന്നും ഓഡിറ്റർക്ക് കൃത്യമായ കണക്ക് തിട്ടപ്പെടുത്താനായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. പരിപാടിയിൽ 2 ലക്ഷത്തിനുള്ള കലാപരിപാടികൾ തീരുമാനിച്ചതെങ്കിലും 8 ലക്ഷമാണ് ചെലവാക്കിയതെന്നും 2 കോടിയുടെ സ്പോൺസർഷിപ്പ് വരുമാനം അവ്യക്തമാണെന്നും റിപ്പോർട്ടിലുണ്ട്. അയ്യപ്പ സംഗമം നടത്തിപ്പിൽ ഊരാളുങ്കലിന് മാത്രം 4.04 കോടിയാണ് നൽകാനുള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് കുമരകത്തും മൂന്നാറും അടക്കമുള്ള ബാർ ഹോട്ടലുകളിൽ താമസമൊരുക്കിയ വകയിലും പണം നൽകാനുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അനുബന്ധമായി നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാതെ ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം ബോർഡ് കോടതിയിൽ വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും അതിനാൽ താൻ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രി കോട്ടയത്ത് പ്രതികരിച്ചു. അല്ല, അത് അവർ ഇന്നലെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന വിശദീകരണം ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. ഓക്കെ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. 7 കോടി രൂപ മുടക്കിയ പരിപാടി വൻ പരാജയമായിരുന്നു. സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും പണം ദൂർത്തടിച്ചു. അവിടെ എത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്നതിന് പോലും കണക്കുകളില്ല എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ അഴിമതിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ 7 കോടി രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഇത് വൻതോതിലുള്ളൊരു വെട്ടിപ്പിൻ്റെ വേദിയായിട്ടാണ് മാറിയത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. ശബരിമല ജീവനക്കാരുടെ പണമിടപാടുകളിലുള്ള അപാകതയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം പണം പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നതായുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ലഭിച്ചിരുന്നു. തുടർന്ന് മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. സ്പെഷ്യൽ കമ്മീഷണറുടെ അന്വേഷണത്തിൽ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരടക്കം ശമ്പളത്തേക്കാൾ കൂടുതൽ തുക കുടുംബങ്ങളിലേക്ക് അയച്ചതായി കണ്ടെത്തിയിരുന്നു. ഗുരുതര സ്വഭാവമുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശബരിമലയിലെ ജീവനക്കാർ നടത്തിയിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമലയിലെ താൽക്കാലിക ജീവനക്കാരുടെ നിയമനവും അവരുടെ പ്രവൃത്തിയും സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തിയാണ് വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. താൽക്കാലിക ജീവനക്കാർ ഏത് മാനദണ്ഡത്തിൽ നിയമിക്കപ്പെടുന്നു എന്ന് വിജിലൻസ് ഡയറക്ടർ അന്വേഷിക്കണം. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സും ഇവർ വീട്ടിലേക്കും സുഹൃത്തുക്കൾക്കും അയച്ച പണവും എത്രയെന്നും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ചും ശബരിമലയിലുള്ള ബാങ്കുകൾ കേന്ദ്രീകരിച്ചും താൽക്കാലിക ജീവനക്കാർ വരുമാനത്തിൽ കൂടുതൽ പണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി അയച്ചിട്ടുണ്ട്. നോട്ടുകൾ കുങ്കുമവും മഞ്ഞളും കലർന്നതും പുരണ്ടതുമാണെന്ന ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും പോസ്റ്റ് ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ എങ്ങനെ നിയമിക്കപ്പെടുന്നു എന്നും ഇവർ അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും വിശദമായി അന്വേഷിക്കേണ്ടി വരും. സാമ്പത്തിക സ്രോതസ്സും ഏത് തരത്തിലാണ് ഇവർ പണം സമ്പാദിക്കുന്നതെന്നും വിജിലൻസ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടി വരും. താൽക്കാലിക ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ സംശയാസ്പദമെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. 10 ദിവസത്തിനകം അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകുവാൻ കോടതി നിർദ്ദേശം നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ സാമ്പത്തിക കൊള്ളയും ഇപ്പോൾ ഹൈക്കോടതിയുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. പല മേഖലകളിൽ നിന്നും താൽക്കാലിക ജീവനക്കാർ പണം സമ്പാദിക്കുന്നുണ്ട്. ഓരോ മണ്ഡല മകരവിളക്ക് കാലം കഴിയുമ്പോഴും ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നത് എങ്ങനെയെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്ത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. കുംഭമാസ പൂജയ്ക്കായി നട തുറന്ന ശേഷമാണ് സംഘം പരിശോധന ആരംഭിച്ചത്. അടുത്ത 2 ദിവസം SIT സംഘം സന്നിധാനത്ത് തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. കട്ടിളപ്പാളി കേസിലാണ് തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട നിശ്ചിത കാലപരിധിക്കുള്ളിൽ SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ ഇതോടെ ബൈജുവിന് ജയിലിൽ നിന്നും മോചനം ലഭിക്കില്ല. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡ് തുടരുന്നതിനാൽ അദ്ദേഹം കസ്റ്റഡിയിൽ തുടരേണ്ടി വരും. ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. വിവിധ ജില്ലകളിൽ വാഹനങ്ങൾ തടഞ്ഞത് നേരിയ സംഘർഷത്തിന് വഴിവെച്ചുവെങ്കിലും തലസ്ഥാനത്ത് പണിമുടക്ക് സമാധാനപരമായിരുന്നു. നഗരത്തിൽ CITUവിൻ്റെയും INTUCയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം LDF കൺവീനർ TP രാമകൃഷ്ണനും K മുരളീധരനും ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നടപടികളിൽ പ്രതിഷേധിച്ചാണ് രാജ്യത്തെ 10ഓളം പ്രതിപക്ഷ സംഘടനകൾ സംയുക്തമായി ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നത് കൂടാതെ സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കി. KSRTCയും സർവീസ് നടത്തിയില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവരാണ് വാഹനം കിട്ടാതെ വലഞ്ഞത്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 1-1.5 മണിക്കൂറായി. ഒരു വണ്ടി ഇതുവരെ പോയിട്ടില്ല. ട്രെയിനിൽ കയറിയതിനു ശേഷം നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഇതുവരെ ഒരു ചായ പോലും കുടിക്കാൻ പറ്റിയില്ല. നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും വണ്ടി അറേഞ്ച് ചെയ്ത് തന്നെ. ഇപ്പോൾ വിളിച്ചപ്പോൾ വരത്തില്ല എന്നാണ് പറയുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് എത്തിയവരെ പോലീസ് വാഹനത്തിലും സേവാഭാരതി ആംബുലൻസിലും ആശുപത്രികളിൽ എത്തിച്ചു. പെട്ടുപോയതാ, സത്യത്തിൽ പെട്ടുപോയതാ. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ അറിയുമായിരുന്നു, പക്ഷേ ഇത്ര സ്ട്രോങ് ആണെന്ന് അറിയില്ലായിരുന്നു. ഇത്ര പ്രശ്നം ഉണ്ടാവും അറിഞ്ഞില്ല. പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്നും കാൽനടയായാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് നടന്ന് ഈ സംയുക്ത സമരസമിതിയുടെ പ്രകടനം ആരംഭിക്കുന്ന മ്യൂസിയം ജംഗ്ഷൻ വരെ നടന്നു വന്ന് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ലോക് ഭവനിലേക്ക് നടന്ന മാർച്ചും ധർണയും LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. INTUCയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയിൽ സർവീസ് നടത്താനെത്തിയ തൊഴിലാളികളെ തടഞ്ഞതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ പണിമുടക്ക് സമാധാനപരമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തിയ ദേശീയ പണിമുടക്ക് മധ്യ കേരളത്തിൽ പൂർണ്ണം. കൊച്ചിയിൽ സ്വകാര്യ വാഹനങ്ങളും ഓൺലൈൻ ടാക്സി സർവീസുകളും ഒഴികെ മറ്റ് വാഹനങ്ങൾ ഓടിയില്ല. കോട്ടയത്തും തൃശ്ശൂരിലും ആലപ്പുഴയിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തിയ പണിമുടക്കിൽ മധ്യ കേരളം സ്തംഭിച്ചു. തൊഴിലാളി യൂണിയനുകളുടെ സമരത്തോട് പൊതുജനങ്ങളും സഹകരിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ കണ്ടത്. രാവിലെ മുതൽ നഗരത്തിലെ നിരത്തുകൾ ഒഴിഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും KSRTCയും സമരത്തിന്റെ ഭാഗമായതോടെ ഗതാഗതം മുടങ്ങി. എന്നാൽ കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ഇന്നും സർവീസ് നടത്തി. നഗരത്തിൽ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മാർച്ചും ധർണയും നടത്തി. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഏറ്റവും വലിയ സമരമാണ് സംയുക്ത തൊഴിലാളികളുടെ പണിമുടക്കെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എളമരം കരീം അഭിപ്രായപ്പെട്ടു. പണിമുടക്കാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ സർക്കാർ ഇല്ലാതാക്കിയെന്നും സമരങ്ങളിലൂടെയാണ് തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കാലോചിതമായി ഈ നാട്ടിലുണ്ടാകുന്ന വികസനത്തിന്റെ അവകാശം, അതിന്റെ ഒരു ഭാഗം അനുഭവിക്കാൻ നമുക്ക് അവകാശമില്ലേ? ഇതിനൊക്കെ വേണ്ടി വരുന്ന പണം ജോലി ചെയ്താൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന തൊഴിലാളികൾക്ക് കൂലിയല്ലാതെ വേറെ എന്താ വരുമാനം? അപ്പോൾ അതിലൊരു ചെറിയ വർധനവ് വേണം. അതാവശ്യപ്പെട്ട് തൊഴിലുടമകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു പ്രകടനം നടത്തി, പിറ്റേന്ന് സ്ഥാപനത്തിന് മുമ്പിൽ ഒരു ധർണ നടത്തി, പിന്നെ ഗവൺമെന്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി, ലേബർ ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് കൊടുത്ത് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി. ഇങ്ങനെയൊക്കെയാണ് തൊഴിൽ തർക്കം തീർക്കുക. ഇങ്ങനെ കൂട്ടായി വില പേശാനുള്ള തൊഴിലാളികളുടെ അവകാശം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കി. തൃശൂരിൽ KSRTC ബസ്സുകളൊന്നും സർവീസ് നടത്തിയില്ല. 41 ബസ്സുകൾ പോകേണ്ട ഡിപ്പോയിൽ നിന്നും ഒരു ബസ് പോലും സർവീസ് നടത്തിയില്ല. ദീർഘദൂര യാത്രക്കായി എത്തിയ യാത്രക്കാർ നഗരത്തിൽ വലഞ്ഞു. കോട്ടയത്ത് സ്വകാര്യ സ്ഥാപനങ്ങളും പരിമിതമായി മാത്രമാണ് പണിമുടക്ക് ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ ചുരുക്കം ജീവനക്കാർ മാത്രമാണ് ഇന്ന് എത്തിയത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സമരാനുകൂലികൾ സ്കൂൾ അടപ്പിച്ചു. പുതിയങ്ങാടി GMUP സ്കൂളിലാണ് സംഭവം. ക്ലാസ്സിൽ കയറിയ അധ്യാപകരെ പുറത്താക്കിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. തുടർന്ന് പ്രതിഷേധവുമായി അധ്യാപകർ രംഗത്തെത്തി. ഏകദേശം 13ഓളം അധ്യാപകർ ജോലിക്ക് എത്തിയിരുന്നു. സമരക്കാർ ഇവരെ തടഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. അധ്യാപകർ ഗേറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ദേശീയ പണിമുടക്ക് ഇപ്പോഴും പുരോഗമിക്കുന്നു. പണിമുടക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല. പഞ്ചാബും ഒഡീഷയും ഡൽഹിയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ഇന്ത്യ-US വ്യാപാര കരാറിലെ അവ്യക്തതകൾ നീക്കുക, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരിക, ഇൻഷുറൻസ് മേഖലയിലെ 100% വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 10ഓളം ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിയത്. തൊഴിലാളി വിരുദ്ധ നടപടികൾ മോദി സർക്കാർ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ INTUC തൊഴിലാളി പ്രസ്ഥാനത്തെ ഛിന്നഭിന്നമാക്കുന്നു. VD സതീശൻ ജാഥ മാറ്റണമെന്ന് INTUC ആവശ്യപ്പെട്ടിട്ടും മുഖവിലയ്ക്കെടുത്തില്ല എന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മലപ്പുറം കോട്ടക്കിൽ നടന്ന തൊഴിലാളികളുടെ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. 29 നിയമവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന തൊഴിലാളി വർഗം നേടിയ അതിശക്തിയായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടായ തൊഴിലാളി നിയമങ്ങളെല്ലാം വളരെ ചുരുക്കത്തിൽ ചേർത്ത് തൊഴിലാളി വർഗ പോരാട്ടങ്ങളെയും സമരങ്ങളെയും അതിൻ്റെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ 4 ലേബർ കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാനുള്ള നടപടികളുമായി പാർലമെന്റിൽ BJP. രാജ്യത്തെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലിന് ആരാണ് ധനസഹായം നൽകുന്നതെന്നും എവിടെ നിന്നാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം രാഹുലിന് ലഭിച്ചതെന്നും BJP MP നിഷികാന്ത് ദുബെ ചോദിച്ചു. ഭീഷണി വില പോകില്ല എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അതേസമയം പുസ്തക വിവാദവുമായി ബന്ധപ്പെട്ട പെൻഗ്വിൻ ബുക്ക് അധികൃതരെ പോലീസ് ചോദ്യം ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് അനുമതി. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാറിന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് കരാർ തയ്യാറാകുന്നത്. അതിർത്തികളിലെ സുരക്ഷ കനത്ത വെല്ലുവിളി നേരിടുന്ന കാലത്ത് ഇന്ത്യ അതിപ്രധാനമായൊരു ചുവടുവയ്പ് നടത്തിയിരിക്കുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധവിമാന ഇടപാടിനാണ് രാജ്യം സജ്ജമായിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ നായകൻ എന്നാണ് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ റഫേലിനെ വിശേഷിപ്പിച്ചത്. 42 ഫൈറ്റർ സ്ക്വാഡ്രണുകൾ വേണ്ടെടുത്ത് ഇപ്പോൾ 29 മാത്രമാണുള്ളത്.
പുതിയ യുദ്ധവിമാനങ്ങൾ എത്തുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് 10 മടങ്ങ് വർദ്ധിക്കും. നാവികസേനാ യുദ്ധക്കപ്പലുകളിൽ നിന്ന് പറന്നുയരാൻ ശേഷിയുള്ള 26 റഫേൽ വിമാനങ്ങൾ കൂടി ഇതോടൊപ്പം സ്വന്തമാകും. ഇതോടെ നാവികസേനയുടെ അന്തർവാഹിനി വേധശേഷിയും സമുദ്ര നിരീക്ഷണ ശേഷിയും വർദ്ധിക്കും. 114-ൽ 18 വിമാനങ്ങൾ പറക്കാൻ സജ്ജമായ നിലയിലായിരിക്കും ഫ്രാൻസിൽ നിന്ന് ലഭിക്കുക. ബാക്കിയുള്ളവ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഊർജം പകരുന്നതാണ് ഈ തീരുമാനം. 80% ഇന്ത്യയിൽ നിർമ്മിച്ച ഘടകങ്ങളാണ് വിമാനങ്ങളിൽ ഉപയോഗിക്കുക. ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ ദസോൾട്ട് ഏവിയേഷനാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഈ കമ്പനി ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി പങ്കാളികളാകാൻ സാധ്യതയുണ്ട്. ഇത് തദ്ദേശീയമായ വിമാന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കും. റഫേൽ വിമാനങ്ങളുടെ ആഗോള ഉൽപാദന അറ്റകുറ്റപ്പണി കേന്ദ്രമായി ഇതോടെ ഇന്ത്യ മാറും. പുതിയ F4 പതിപ്പ് സാങ്കേതികമായും ഏറെ മുന്നിലാണ്. ഒരേ സമയം വ്യോമാക്രമണം, പ്രതിരോധം, നിരീക്ഷണം, ആണവായുധ വിന്യാസം തുടങ്ങി ഒന്നിലധികം ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ വിമാനത്തിന് സാധിക്കും. ഉയർന്ന പ്രദേശങ്ങളിലെ കഠിനമായ തണുപ്പിലും കുറഞ്ഞ വായുസമ്മർദ്ദത്തിലും പ്രവർത്തിക്കാൻ സഹായിക്കും. ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ മാസം അവസാനം ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കുവൈറ്റിൽ 65ാമത് ദേശീയ ദിനവും 35ാമത് വിമോചന ദിനവും പ്രമാണിച്ച് മന്ത്രിസഭ പൊതു അവധി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 25-26 ദിവസങ്ങളാണ് അവധി. ഫെബ്രുവരി 27 വെള്ളിയാഴ്ചയും 28 ശനിയാഴ്ചയും വാരാന്ത്യ അവധി കൂടി എത്തുന്നതോടെ സർക്കാർ സ്ഥാപനങ്ങൾക്കും മന്ത്രാലയങ്ങൾക്കും തുടർച്ചയായ 4 ദിവസത്തെ അവധി ലഭിക്കും. ആശുപത്രികൾ, സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ അത്യാവശ്യ സേവന വിഭാഗങ്ങളിലെ ജീവനക്കാരുടെ അവധി ക്രമീകരണങ്ങൾ ആ സ്ഥാപനങ്ങളിലെ മേധാവികളാണ് തീരുമാനിക്കുന്നത്. അവധിക്ക് ശേഷം മാർച്ച് 1 ഞായറാഴ്ച ഔദ്യോഗിക പ്രവൃത്തി ദിനങ്ങൾ പുനരാരംഭിക്കും. UAE-യിൽ റമദാൻ മാസത്തെ ജോലി സമയം പ്രഖ്യാപിച്ചു. സർക്കാർ ജീവനക്കാർക്ക് തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെയാണ് ജോലി സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആയിരിക്കും പ്രവർത്തന സമയം. സർക്കാർ ജീവനക്കാർക്ക് ഫ്ലെക്സിബിൾ ജോലി എന്ന രീതിയും സ്വീകരിക്കാം. വെള്ളിയാഴ്ചകളിൽ ആകെ ജീവനക്കാരുടെ 70% പേർക്ക് വരെ വർക്ക് ഫ്രം ഹോം അനുവദിക്കുവാനും ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെൻറ് ഹ്യൂമൻ റിസോഴ്സ് നിർദ്ദേശിച്ചു. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും പ്രവർത്തന സമയത്തിൽ 2 മണിക്കൂർ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 19-ന് റമദാൻ മാസം ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കുവൈറ്റിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ എല്ലാ ജീവനക്കാരുടെയും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പരിശോധനാ സമിതി. ഓരോ ജീവനക്കാരനും സഹൽ ആപ്പ് വഴിയാണ് ഇവ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരുടെയും പ്രവാസികളുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിക്കുന്നതിനായി രൂപീകരിച്ച സമിതിയാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മന്ത്രാലയങ്ങൾ, സർക്കാർ വകുപ്പുകൾ, പൊതുസ്ഥാപനങ്ങൾ, സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ എന്നിവയുടെ പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത്. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളിൽ കൃത്രിമം നടത്തുന്നത് ഗുരുതര കുറ്റമാണെന്നും പരമാവധി 5 വർഷമോ തടവോ 5000 കുവൈറ്റി ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങിയ ഗതാഗത വകുപ്പിലെ കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ച 8 പ്രവാസികൾക്കും 4 വർഷം വീതം കഠിന തടവ്. നേരത്തെ പ്രതികൾക്കെതിരെ ക്രിമിനൽ കോടതിയും അപ്പീൽ കോടതിയും വിധിച്ച ശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് കാസേഷൻ കോടതി വിധി പുറപ്പെടുവിച്ചത്. ജഗര ട്രാഫിക് വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി. വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഇയാൾ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ യോഗ്യതയില്ലാത്ത പ്രവാസികൾക്ക് ലൈസൻസ് അനുവദിച്ചത്. പ്രവാസികളായ മറ്റ് 8 പ്രതികളെ ശിക്ഷാ കാലാവധി അനുഭവിച്ച ശേഷം രാജ്യത്ത് നിന്നും നാട് കടത്തുവാനും വിധിയിൽ ആവശ്യപ്പെട്ടു. സൗദിയിൽ ഭരണതലത്തിൽ വൻ അഴിച്ചുപണികൾ നടത്തി സൗദി ഭരണാധികാരി സൽമാൻ രാജാവ്. സൗദി നിക്ഷേപ മന്ത്രി എഞ്ചിനീയർ ഖാലിദ് അൽ ഫാലിഹിനെ പദവിയിൽ നിന്നും നീക്കി സഹമന്ത്രിയും മന്ത്രിസഭാ അംഗവുമായി നിയമിച്ചു. ഫഹദ് ബിൻ അബ്ദുൾ ജലീൽ ബിൻ അലി അലിംസീഫ് ആണ് പുതിയ നിക്ഷേപ മന്ത്രി. തൈഫ് ഗവർണർ സൗദ് ബിൻ നഹാർ ബിൻ സൗദ് രാജകുമാരനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി മദീന പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചു. സൗദി അറേബ്യയിൽ ഇതര GCC രാജ്യങ്ങളിലെ ഭരണാധികാരികളെയോ പ്രമുഖ വ്യക്തിത്വങ്ങളെയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ അപമാനിക്കുന്നത് അതീവ ഗൗരവമുള്ള ക്രിമിനൽ കുറ്റമായി കണക്കാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സഹോദര രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തെ തകർക്കുന്ന നീക്കമായും പ്രമുഖരെ അവഹേളിക്കുന്ന നടപടിയുമായാണ് ഇത്തരം പ്രവൃത്തികളെ ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കഠിനമായ തടവ് ശിക്ഷയും വൻ തുക പിഴയും ലഭിക്കും. പ്രവാസികളാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശിക്ഷാ കാലാവധിക്ക് ശേഷം അവരെ രാജ്യത്തു നിന്നും നാടുകടത്തുകയും ചെയ്യും.
GCC രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ പദ്ധതി 4 വർഷത്തിനകം പൂർത്തിയാകും. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നീ 6 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റെയിൽ നെറ്റ്വർക്ക് വിനോദസഞ്ചാര മേഖലയ്ക്കും വ്യാപാര മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുന്നതാകും. UAEയിലെ വിവിധ എമിറേറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എത്തിഹാദ് റെയിൽ ഈ വർഷം പ്രവർത്തന സജ്ജമാകും. UAEയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതിയും നിർമ്മാണ ഘട്ടത്തിലാണ്. GCC റെയിൽ നെറ്റ്വർക്ക് പൂർത്തിയായാൽ അബുദാബിയിൽ നിന്നും 5 മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യയിലെ റിയാദിലെത്താൻ കഴിയും. പദ്ധതി പൂർത്തിയായാൽ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളും വർദ്ധിക്കും. സൗദി അറേബ്യയിൽ റോഡുകളിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നത് തടയാൻ കർശന നടപടികൾ നടപ്പിലാക്കി. പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയവും സൗദി വാട്ടർ അതോറിറ്റിയും സ്വന്തം കെട്ടിടത്തിൻ്റെയോ പുരയിടത്തിൻ്റെയോ അതിരുകൾക്കപ്പുറം റോഡിലേക്ക് വെള്ളം ഒഴുകി വിടുന്നത് ഗുരുതരമായ നിയമലംഘനമായി അധികൃതർ കണക്കാക്കുന്നു. ഇത്തരത്തിൽ വെള്ളം കെട്ടിനിൽക്കാൻ കാരണമാകുന്നവർക്ക് 3000 റിയാൽ വരെ പിഴ ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. റമദാൻ മാസം അടുത്തതോടെ ഭിക്ഷാടനത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കി ദുബായ് പോലീസ്. UAEയിലെ ഭിക്ഷാടന നിരോധന നിയമപ്രകാരം പിടിക്കപ്പെട്ടാൽ 5000 ദിർഹം പിഴയും 3 മാസം വരെ തടവുമാണ് ശിക്ഷ. സംഘടിതമായി ഭിക്ഷാടനം നടത്തുകയോ അതിനായി ആളുകളെ നിയോഗിക്കുകയോ ചെയ്ത് പിടിക്കപ്പെട്ടാൽ കുറഞ്ഞത് 1 ലക്ഷം ദിർഹം പിഴയും 6 മാസം വരെ തടവും ശിക്ഷ ലഭിക്കും. ഭിക്ഷാടനം തടയുന്നതിനായി സോണുകളായി തിരിച്ച് കർശന പരിശോധന ആരംഭിച്ചുവെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ആയുർവേദം, യോഗ, യുനാനി, ഹോമിയോപ്പതി എന്നീ സമാന്തര ചികിത്സാ മേഖലയിലെ വിദഗ്ധർ ഒരുമിക്കുന്ന 3ാമത് അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസും എക്സിബിഷനും ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ ദുബായിൽ നടക്കും. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെയും നേതൃത്വത്തിൽ വിജ്ഞാൻ ഭാരതിക്ക് കീഴിലുള്ള സയൻസ് ഇന്ത്യ ഫോറവും വേൾഡ് ആയുർവേദ ഫൗണ്ടേഷനും ചേർന്നാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ആയുർവേദം, യോഗ, പ്രകൃതി ചികിത്സ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയുടെ സവിശേഷതകളെ ലോകജനതയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിപുലമായ സമ്മേളനമാണ് ദുബായ് ആതിഥ്യം വഹിക്കുന്ന അന്താരാഷ്ട്ര ആയുഷ് കോൺഫറൻസും എക്സിബിഷനും. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന സമ്മേളനം കൂടുതൽ വിപുലമായ രീതിയിലാണ് ഇത്തവണ സംഘടിപ്പിച്ചിട്ടുള്ളത്. 35 രാജ്യങ്ങളിൽ നിന്നുള്ള 1500-ലേറെ വിദഗ്ധരും സ്ഥാപനങ്ങളും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഫെബ്രുവരി 15, 16, 17 തീയതികളിലായി നടക്കുന്ന സമ്മേളനത്തിലും എക്സിബിഷനിലും പങ്കെടുക്കും. കേന്ദ്ര ആയുഷ് വകുപ്പ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്, ആയുഷ് മന്ത്രാലയ വകുപ്പ് സെക്രട്ടറി വൈദ്യ രാജേഷ് കൊത്തേച്ച, ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ അലവി അൽ ഷെയ്ഖ് അലി, UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. ആയുഷ് മേഖലയുമായി ബന്ധപ്പെട്ട 45-ലേറെ പ്രദർശന സ്റ്റാളുകളും ഉണ്ടാകും. ആയുഷ് സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനവും അരങ്ങേറും. വിട്ടുമാറാത്ത രോഗങ്ങളുടെ പ്രതിരോധത്തെക്കുറിച്ച് ആഗോള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അമൃത ന്യൂസ്, ദുബായ്. അന്താരാഷ്ട്ര അക്കാദമിക് സഹകരണവും ഗവേഷണ മികവും ശക്തിപ്പെടുത്തുന്നതിനായി സംഘടിപ്പിച്ച സ്പാർക്ക് ഇന്റർനാഷണൽ സിമ്പോസിയം അമൃത സർവകലാശാലയുടെ അമൃതപുരി ക്യാമ്പസിൽ സമാപിച്ചു. അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജി, IIT ഖരഗ്പൂർ, IIT കാൺപൂർ, മെൽബൺ സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെയാണ് സിമ്പോസിയം സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാദമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് അന്താരാഷ്ട്ര സിമ്പോസിയം നടന്നത്. പ്രമുഖ സർവകലാശാലകളുമായുള്ള കൂട്ടായ്മയിലൂടെ ഗവേഷണ നിലവാരം ഉയർത്തുകയും ആഗോള നിലവാരത്തിലുള്ള അക്കാദമിക് പങ്കാളിത്തം സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമാപന ചടങ്ങിൽ IIT കാൺപൂർ കെമിസ്ട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സന്ദീപ് വർമ്മ, മെൽബൺ സർവകലാശാല മൈക്രോബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് സ്ട്രക്നൽ, അമൃത സർവകലാശാല ലൈഫ് സയൻസസ് വിഭാഗം ഡീൻ ഡോക്ടർ ബിപിൻ ജി നായർ എന്നിവർ സംസാരിച്ചു. അമൃത സർവകലാശാലയുടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയും, IIT കാൺപൂരിന്റെ അക്കാദമിക് മികവും സാങ്കേതിക നവീകരണങ്ങളും, മെൽബൺ സർവകലാശാലയുടെ ആഗോള ഗവേഷണ മികവും കാഴ്ചപ്പാടും ഒന്നിച്ചു ചേർന്ന ശക്തമായ കൂട്ടായ്മയാണ് സ്പാർക്ക് പദ്ധതിയിലൂടെ രൂപപ്പെട്ടതെന്ന് ഡോക്ടർ ബിപിൻ ജി നായർ അഭിപ്രായപ്പെട്ടു. പരസ്പര പൂരകമായ ഈ സവിശേഷതകൾ പങ്കാളികളായ എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ഗവേഷണ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 ദിവസങ്ങളിലായി 6 സെഷനുകളിലായി നടന്ന സിമ്പോസിയത്തിൽ മെൽബൺ സർവകലാശാല, വിവിധ IITകൾ, ഡൽഹി സർവകലാശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള 30-ലധികം വിദഗ്ധർ പങ്കെടുത്തു. സിമ്പോസിയത്തിന്റെ ഭാഗമായി പോസ്റ്റർ പ്രദർശനങ്ങളും പ്രഭാഷണ പരമ്പരകളും അമൃതപുരി ക്യാമ്പസിൽ നടന്നു. അമൃത ന്യൂസ്, കൊല്ലം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.